തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പശ്ചിമ ബംഗാളിൽ തൃണമൂലിൽ പൊട്ടിത്തെറി തുടരുകയാണ്. വിമത എംപിമാരിൽ 20 പേർ ത്രിപുര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗത്വം സ്വീകരിച്ചെന്ന വാർത്തയാണ് അവസാനമെത്തുന്നത്. ഇതിനു പിന്നാലെ എംപിമാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നേരിൽ കണ്ട് തങ്ങളെ പാർലമെന്റിൽ പ്രത്യേക ഗ്രൂപ്പായി അംഗീകരിക്കണമെന്നും പ്രത്യേക ഇരിപ്പിടങ്ങൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിലെ 2 ഭാഗം എംപിമാരും തങ്ങൾക്കൊപ്പമുണ്ടെന്ന വിമത നേതാവ് കക്കോലി ഘോഷ് ദസ്തിദാർ അവകാശപ്പെട്ടു. പുതിയതായി രൂപീകരിച്ച ഈ ഗ്രൂപ്പ് കേന്ദ്രത്തിലെ NDA സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് വിമത എംപിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവി നീക്കങ്ങൾ സമയാനുസൃതമായി തീരുമാനിക്കുമെന്ന് വിമത എംപിമാരിൽ ഒരാളായ ശതാബ്ദി റോയ് വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായാണ് നീക്കം വിലയിരുത്തപ്പെടുന്നത്. എംപിമാരുടെ ലയനം സംബന്ധിച്ചും ചിഹ്നം സംബന്ധിച്ചും സ്പീക്കറായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അതിനിടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനം ഉറപ്പിക്കാനാവാതിരുന്ന ചെറു പാർട്ടിയായ NCPI ഒറ്റ രാത്രി കൊണ്ട് 20 എംപിമാരുടെ പിന്തുണ ലഭിച്ചതോടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ആകെ 1000-ഓളം പേർ മാത്രമാണ് പാർട്ടിയിൽ അംഗങ്ങളായുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും സംസ്ഥാന പാർട്ടിയായോ ദേശീയ പാർട്ടിയായോ അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത ഒരു രജിസ്റ്റർ ചെയ്ത അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായാണ് NCPI എന്നറിയപ്പെടുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത്. 2023 ജനുവരി 20-നാണ് ബംഗാളിലെ ഹൗറ കേന്ദ്രമായി NCPI തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തത്. ഉത്തരീയ കുന്ദു പ്രസിഡന്റായും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൂലി കുന്ദു ട്രഷററായും പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് 1.13 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ആകെ സംഭാവനയായി കിട്ടിയിട്ടുള്ളത്. ത്രിപുരയിലും ബംഗാളിലും മാത്രമാണ് പാർട്ടിക്ക് പേരിനെങ്കിലും സാന്നിധ്യമുള്ളത്. 2023 ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചമാവനു, അംബാസ, കരംചര, കൈലാഷഹർ എന്നീ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരിടത്തും വിജയിക്കാനായിരുന്നില്ല. ഇതിനു പുറമെ 7 സീറ്റുകളിൽ മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും 4 എണ്ണത്തിൽ പത്രിക തള്ളിപ്പോയി. ചവാമനു മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് വെറും 536 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. എല്ലാ മണ്ഡലങ്ങളിലും കൂടെ ആകെ 1198 വോട്ടുകൾ മാത്രമാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് നേടാനായത്. പെൻ നിബ്ബായിരുന്നു പാർട്ടിയുടെ ചിഹ്നം. അധികാരത്തിന് വേണ്ടി കൂറുമാറുന്നവരെ പുറന്തള്ളുക എന്ന മുദ്രാവാക്യവുമായാണ് NCPI ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നാണ് മറ്റൊരു രസകരമായ വസ്തുത. അവകാശങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ കൂറുമാറ്റക്കാരെ തള്ളിക്കളയുക, സാമൂഹ്യ പ്രവർത്തകരെ പിന്തുണയ്ക്കുക എന്നതായിരുന്നു അന്ന് പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യം. അതേ പാർട്ടിയിലേക്ക് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒറ്റയടിക്ക് 20 എംപിമാർ കൂറുമാറി എത്തിയതിൻ്റെ അമ്പരപ്പിലാണ് സാധാരണ പ്രവർത്തകരടക്കമുള്ളവർ.